ശശി തരൂർ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചാ വിഷയമാണ്. തരൂർ കോൺഗ്രസ്സുകാരനല്ലെന്ന് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരനാണെന്ന് BJPക്കാരും പറയുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. തരൂർ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നല്ലൊരു പ്രയോക്താവാണ് എന്നതാണ് സത്യം. കോൺഗ്രസോ CPMോ BJPയോ എന്നതെല്ലാം തന്റെ കരിയർ ഡെവലപ്മെന്റ് ടൂളുകളായി മാത്രം കാണുന്ന തരൂരിന് കോൺഗ്രസ് നേതാക്കൾ തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മറിച്ച് കിട്ടാനുള്ളത് അനന്ത സാധ്യതകളാണ് താനും. ആരാണ് തരൂർ എന്നതല്ല, തരൂർ എങ്ങനെ കോൺഗ്രസ്സുകാരനായി എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. കയ്യിൽ പണമുള്ളവനെല്ലാം കാശു കൊടുത്ത് ലോക്സഭാ സീറ്റ് വാങ്ങിയ കാലത്തെ കഥയാണിത്. അന്ന് തരൂരിനും കയ്യിൽ പണവും തലച്ചോറിൽ അടവും ഇഷ്ടം പോലെ സമയവും ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറിയായി വിരമിക്കാറായപ്പോൾ തന്നെ ഇന്ത്യയിലെ അധികാരത്തിന്റെ ഇടനാഴികളിൽ തനിക്ക് വിരിക്കാനുള്ള പരവതാനി തുന്നാൻ തരൂർ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തരൂർ എന്ന മലയാളി മത്സരിക്കുന്നതും മലയാളികളുടെ മനസ്സിൽ ആ പേര് ഇടം പിടിക്കുന്നതും. കൈ നിറയെ കാശുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരനും MP യും കേന്ദ്രമന്ത്രിയും ഒക്കെ ആകാമെന്നതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് തരൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ശശി തരൂരിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത്. 25 കോടി രൂപയുടെ പേയ്മെന്റ് ആ തിരുവനന്തപുരം സീറ്റിന് വേണ്ടി ശശി തരൂർ മുടക്കി എന്നാണ് ഹൈക്കമാൻഡ് അന്തഃപുരങ്ങളിൽ നിറഞ്ഞ രഹസ്യ വർത്തമാനം. കേരളത്തിൽ ഉമ്മൻചാണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ്. VS ശിവകുമാറിന് വേണ്ടി സീറ്റിന് ശ്രമിച്ച AK ആന്റണിയും പ്രൊഫസർ PJ കുര്യനും മൗനികളായി. NSS ആവശ്യപ്പെട്ട പ്രകാരം VS ശിവകുമാറിന് ലഭിക്കേണ്ട രാജ്യസഭാ സീറ്റ് AK ആന്റണിക്ക് കൈമാറുകയായിരുന്നു. പ്രൊഫസർ PJ കുര്യന്റെ NSS നേതൃത്വത്തിന്റെ മേലുള്ള അടുപ്പം ഉപയോഗിച്ച് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അഹമ്മദ് പട്ടേലിന് NSS നേതൃത്വം സന്ദേശം കൈമാറി. 2009 വീണ്ടും തിരുവനന്തപുരം സീറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം സീറ്റുകളുടെ സാധ്യത ആരായാനാണ് ഹൈക്കമാൻഡ് തരൂരിനോട് ആവശ്യപ്പെട്ടത്. ആദ്യം തന്നെ പാലക്കാട് DCC തള്ളി. എറണാകുളത്ത് വിശ്വനാഥ മേനോന് ശേഷം ലാറ്റിൻ ക്രിസ്ത്യാനിയല്ലാത്ത നായർ ജയിച്ചിട്ടില്ലാത്ത എറണാകുളം DCCയും വാദിച്ച് തരൂരിനെ തള്ളി. അവസാനം നായന്മാർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള തിരുവനന്തപുരം DCC തരൂരിനെ ഏറ്റെടുത്തു. DCC പ്രസിഡന്റ് ആയിരുന്ന നെയ്യാറ്റിൻകര സനൽ VS ശിവകുമാറിന്റെ ശത്രുവായിരുന്നു. തിരുവനന്തപുരം NSS താലൂക്ക് യൂണിയനുകളും നെയ്യാറ്റിൻകര യൂണിയനും ഒന്നടങ്കം തരൂരിനെ പ്രചാരണത്തിലൂടെ ഡൽഹി നായരാക്കി. എന്നിട്ടും 1 ലക്ഷം വോട്ടിനുമേൽ തരൂർ ജയിച്ചു. പക്ഷെ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയായി BJP മാറിത്തുടങ്ങിയത് തരൂർ വന്നു തുടങ്ങിയ ശേഷമാണ്. തരൂറിന്റെ ഭൂരിപക്ഷം 16,000 ചുരുങ്ങിയത് 2024 മുഖ്യ എതിരാളിയായി BJPയുടെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണ്. ശശി തരൂർ പൊതുപ്രചാരണം കേരളത്തിൽ തുടങ്ങിയപ്പോൾ വിവിധ കോൺഗ്രസ് സംഘടനകൾ ചെലവ് കാശിനത്തിൽ ലക്ഷങ്ങളാണ് വാങ്ങിയത്. INTUC പ്രസിഡന്റ് ചന്ദ്രശേഖർ തരൂരിന് വേണ്ടി എറണാകുളത്ത് പന്തൽ കെട്ടിയ കൊച്ചിൻ ഡെക്കറേഷൻസ് ഉടമയ്ക്ക് ബാക്കി കൊടുക്കാനുള്ള തുകയ്ക്ക് കണക്കുകളില്ല. അതിനുശേഷമാണ് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിൽ NSS കരയോഗങ്ങളിൽ BJP ആധിപത്യം തുടങ്ങിയത്. 2004 കേരളത്തിൽ മരുന്നിന് പോലും ഒരു കോൺഗ്രസ്സുകാരൻ ലോക്സഭയിലേക്ക് ജയിച്ചില്ല. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു. SNDP ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന സോണിയാഗാന്ധി മടങ്ങിപ്പോകുമ്പോൾ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വെച്ച് ആന്റണിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. പിന്നീട് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് വഴി ആന്റണി കേന്ദ്രമന്ത്രിയായി. 2014 നരേന്ദ്രമോദി ഭരണം തുടങ്ങിയ ശേഷമാണ് AK ആന്റണി കേരളത്തിലേക്ക് വിശ്രമ ജീവിതവുമായി മടങ്ങിയത്. ആദ്യത്തെ പേയ്മെന്റ് സീറ്റ് ആരോപണം 2004 കൊല്ലത്ത് മത്സരിച്ച ഡോക്ടർ ശൂരനാട് രാജശേഖരനെതിരെ ഉന്നയിച്ചത് പിന്നീട് 2 തവണ കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ണൂരിൽ തോൽപ്പിച്ചത് CPMലായിരുന്ന AP അബ്ദുള്ളക്കുട്ടിയാണ്. മുസ്ലിം ലീഗിൽ നിന്ന് അഹമ്മദ് മാത്രമാണ് ജയിച്ചത്. KPA മജീദിനെ തോൽപ്പിച്ച് മഞ്ചേരിയിൽ ജയിച്ചത് TK ഹംസയാണ്. കോഴിക്കോട് മത്സരിച്ച ബൽറാം, വടകരയിൽ മത്സരിച്ച MT പത്മ, ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി KA തുളസി, എറണാകുളത്തെ എഡ്വേർഡ് ഇടയഴത്ത് എന്നിവരെ ഒക്കെ ആരോപണം കേട്ടവരാണ്. രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, VM സുധീരൻ, MI ഷാനവാസ് എന്നിവരാണ് അന്ന് തോറ്റ കോൺഗ്രസ് പ്രമുഖർ.
MP വീരേന്ദ്രകുമാർ, P കരുണാകരൻ, PK വാസുദേവൻ നായർ, CK ചന്ദ്രപ്പൻ എന്നിവരാണ് ജയിച്ച പ്രമുഖർ. 2004 തോൽവി തിരിച്ചറിഞ്ഞാണ് 2009 ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയത്. എന്നാൽ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ ഒരു വിഭാഗം VS ശിവകുമാറിന്റെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങി. എന്നിട്ടും മുഖ്യ എതിരാളി CPIയുടെ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായരെ 1,00,000 വോട്ടിന് തരൂർ തോൽപ്പിച്ചത്. അന്ന് BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന് 84,000 വോട്ടായിരുന്നു. 2009 ശേഷം 2014-ലും 2019-ലും കഴിഞ്ഞ് 2024 ആയപ്പോൾ BJP രണ്ടാം സ്ഥാനത്തെത്തുകയും ശശി തരൂരിന്റെ ഭൂരിപക്ഷം 16,000-ആയി കുറയുകയും ചെയ്തു. അന്നത്തേതു മുതലുള്ള BJPയിലുള്ള മാറ്റം NSSലും പ്രതിഫലിച്ചു. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ ഈഴവ സമുദായങ്ങളിൽ നിന്ന് കോട്ടയം, ആലപ്പുഴ മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായ മാറ്റം പ്രതിഫലിച്ചിരുന്നില്ലെങ്കിൽ ശശി തരൂർ പരാജയപ്പെട്ടേനെ. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയാക്കിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി NSSനെ തൃപ്തിപ്പെടുത്തിയത്. പിന്നീട് 5ാം മന്ത്രിപ്രശ്നവുമായി മുസ്ലിം ലീഗ് രംഗത്തു വന്നതോടെ NSSന്റെ എതിർപ്പ് ശക്തമായി. SNDPയുമായുള്ള ഐക്യം തത്വാധിഷ്ഠിതമല്ലാതായപ്പോൾ ആ ഐക്യം പൊളിഞ്ഞു. ശിവകുമാറിനെ മന്ത്രിയാക്കിയതിനു ശേഷം സോണിയാഗാന്ധിയുടെ പ്രത്യേക ദൂതനായി ചങ്ങനാശ്ശേരിയിൽ ചർച്ചയ്ക്ക് വന്ന കേന്ദ്രമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് സ്വീകരിച്ച നിവേദനത്തിൽ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പ് പോലുള്ള കീ സ്ഥാനങ്ങൾ നൽകാമെന്ന് സോണിയാഗാന്ധി ഉറപ്പ് നൽകിയതാണ് മുന്നോക്ക കമ്മീഷൻ സംബന്ധിച്ച് കോൺഗ്രസ് സർക്കാർ നിയോഗിച്ച സിൻഹ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാമെന്ന് സോണിയാഗാന്ധിയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും NSS നേതൃത്വത്തിന് ഉറപ്പ് നൽകിയതാണ്. സോണിയാഗാന്ധി നേരിട്ടിടപെട്ട് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഈ ഉറപ്പുകൾ പാലിക്കണമെന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. മന്നം ജയന്തിയുടെ തലേദിവസം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1,000 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്താൻ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം ധനകാര്യമന്ത്രിയായ ചിദംബരത്തെ കൊണ്ട് വകുപ്പ് മാറ്റി 2018 ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കിയത് 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരാണ്. സാമ്പത്തിക സംവരണ രേഖയേക്കാൾ വലുത് യുവാക്കളുടെ തൊഴിലില്ലായ്മയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. അത് നടപ്പാക്കാനാണ് രാഹുൽ ഗാന്ധി മന്ത്രിയായിരുന്ന ചിദംബരത്തോട് നിർദ്ദേശിച്ചതും ചിദംബരം നടപ്പിലാക്കിയതും. ഇതെല്ലാം രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനും ജയിക്കാനുമുള്ള അടവുകളും ചുവടുകളുമൊക്കെയാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് MP-ആയി ഇപ്പോഴും തുടരുന്ന ശശി തരൂർ ഇനിയെങ്കിലും 2009 എങ്ങനെയാണ് തനിക്ക് സീറ്റ് ലഭിച്ചത് എന്ന് വെളിപ്പെടുത്തണം. കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് നൽകിയതെങ്കിൽ അത് വിളിച്ചു പറയുകയും ആർജവത്തോടെ MP സ്ഥാനം രാജിവെക്കുകയും വേണം. ഒരിക്കലും കോൺഗ്രസ് ഹൈക്കമാൻഡോ സോണിയാഗാന്ധിയോ KPCCയോ DCCയോ ഈ സത്യം വെളിപ്പെടുത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം പേയ്മെന്റ് സീറ്റ് ഒരു വലിയ കുറ്റം തന്നെയാണ്. വിശ്വപൗരനെന്ന് അവകാശപ്പെടുന്ന ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി ഇനിയും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും പേയ്മെന്റ് സീറ്റ് ആണെങ്കിൽ അത് തിരികെ കോൺഗ്രസിന് നൽകുകയുമാണ് വേണ്ടത്.